സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, സാഹിത്യ വിഭാഗം അധ്യക്ഷ ഡോക്ടർ KR അംബിക, ഡോക്ടർ സുരേഷ് ബാബു, ബഹുമാന്യരായ പ്രബന്ധ അവതാരകർ, മറ്റു അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാർച്ച് 1 മുതൽ 5 വരെ പ്രോസഡി ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ദേശീയ സെമിനാർ സംസ്കൃത സർവകലാശാല പ്രാദേശിക കേന്ദ്രമായ കൊയിലാണ്ടിയിൽ നടക്കുകയാണ്. നമുക്കറിയാം, വേദാംഗങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഛന്ദശാസ്ത്രം. വേദകാലത്തിന് ശേഷം രാമായണം, മഹാഭാരതം തുടങ്ങി ഇതിഹാസ ഗ്രന്ഥങ്ങളിലൂടെ ഛന്ദശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം കൂടിക്കൂടി വന്നിട്ടുണ്ട്. ഛന്ദശാസ്ത്രമാവട്ടെ ഗാനവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പിംഗള സൂത്രങ്ങൾക്ക് മുമ്പ് തന്നെ ധാരാളം ആചാര്യന്മാർ ഇതിനെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രൗഷ്ടുകി, യാസ്കൻ, ശൈഡവൻ, രാധൻ, മാന്ദവ്യൻ തുടങ്ങിയ അനേകം പേർ ഇതിനെ വികസിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വൃത്തശാസ്ത്രത്തിൻ്റെ നാനാ മേഖലകളെ ആസ്പദമാക്കി ഇവിടെ വ്യത്യസ്ത പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും ഈ സെമിനാർ എല്ലാവർക്കും വലിയ പ്രയോജനം ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല. ഇന്നിവിടെ വെബിനാർ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത് നമുക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള നമ്മുടെ കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് സാറാണ്. സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാറിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട സാഹിത്യ വിഭാഗ അധ്യക്ഷയായിട്ടുള്ള ഡോക്ടർ KR അംബിക ടീച്ചറാണ്. ടീച്ചറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നത് സാഹിത്യ വിഭാഗം ടീച്ചർ ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടർ സുരേഷ് ബാബു സാറാണ്. സാറിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ വെബിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കുന്ന എല്ലാ അവതാരകരെയും, അതേപോലെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെയും, സ്നേഹം നിറഞ്ഞ എല്ലാ വിദ്യാർത്ഥികളെയും വളരെ സ്നേഹത്തോടുകൂടി ഊഷ്മളമായിട്ട് ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഏത് പ്രതികൂല സാഹചര്യത്തെയും മറികടക്കുവാൻ നാം പഠിച്ചു. സംസ്കൃത സർവകലാശാല കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം പ്രോസഡി ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ എന്ന വിഷയത്തിൽ ദേശീയ വെബിനാർ നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തുകൊണ്ടും വ്യത്യസ്തത പുലർത്തുന്നതാണ് ഈ വെബിനാർ. ഇത്രമാത്രം ഭാഷാവൈവിധ്യമുള്ള ഒരു നാട് വേറെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം പോലെയുള്ള അക്കാദമിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തോട് 2 വാക്ക് പറയുന്നതിൽ സന്തോഷം മാത്രമേയുള്ളൂ. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ദേശീയ വെബിനാർ എന്തുകൊണ്ടും വൈവിധ്യം നിറഞ്ഞതാകും എന്നതിൽ തർക്കമില്ല. ആധുനിക ലോകം, ആധുനിക ചിന്തകൾ എന്നൊക്കെ നാം പറയുമ്പോഴും അതിനകത്തും ചില താളങ്ങളും ചില ഈണങ്ങളും നോക്കിക്കാണാൻ കഴിയും. സംസ്കൃത സാഹിത്യവും ശാസ്ത്രവും പരസ്പര സംബന്ധികളാണ്. അത് ഒരു മനുഷ്യ ശരീരം പോലെ നിലകൊള്ളുന്നു. ശരീരത്തിലെ ഒരവയവത്തിൻ്റെ കുറവ് അഥവാ വൈകല്യം മൊത്തത്തിലുള്ള അഭംഗിക്ക് കാരണമാകുമല്ലോ. അതുപോലെ തന്നെയാണ് കാവ്യശാസ്ത്രാദികളുടെ കാര്യത്തിലും. അതിനാലാണ് വേദാംഗങ്ങളിലെ ഛന്ദശാസ്ത്രത്തെ വേദത്തിൻ്റെ അഥവാ
അറിവിൻ്റെ കാലുകളായി പറഞ്ഞിരിക്കുന്നത്. ഛന്ദപാദൗത്തു വേദസ്യ. ഗതിരൂപത്തിൽ വേദത്തിൽ കാണുന്ന മന്ത്രങ്ങളും ഛന്ദോബദ്ധങ്ങളാണ്. മന്ത്രങ്ങളിൽ കൂട്ടിച്ചേർക്കലുകളോ എടുത്തു കളയലുകളോ സംഭവിക്കാതിരിക്കാൻ ഛന്ദസ്സിന്റെ അധ്യയനം ഉപകരിക്കുന്നു. പദ്യം, വൃത്തം, ജാതി, ഛന്ദസ് എന്നിങ്ങനെ പല പേരുകളിൽ സംസ്കൃതത്തിലും മലയാളത്തിലും ഒന്നിനെ തന്നെ പറയുമ്പോൾ സമാന രീതിയിൽ മീറ്റർ, പ്രോസഡി, റൈം, സ്റ്റാൻസ, ഈഫോണി എന്നിങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രയോഗിക്കുന്നത് കാണാം. കേൾവിക്കാരെ ആഹ്ലാദിപ്പിക്കാൻ കഴിയുന്നതാണ് ഛന്ദസ്. ഛന്ദതി എന്നതിന് ഹ്ലാദം കരോതീതി ഛന്ദഃ എന്നർത്ഥം വന്നതും ഇങ്ങനെയാണ്. ന അച്ഛന്ദസി വാഗുച്ഛരതി. ഛന്ദസ്സില്ലാതെ ഒരു വാക്കും ഉച്ചരിക്കാറില്ല എന്ന ദുർഗാചാര്യന്റെ തത്വം ഒരു തരം ജീവിതഗതി തന്നെയാണ്. 4 അക്ഷരങ്ങളുള്ള പ്രതിഷ്ഠാ ഛന്ദസ് മുതൽ 27 അക്ഷരം ഒരു പാദത്തിൽ വരുന്ന ദണ്ഡകം വരെ അനേകം വൃത്തങ്ങൾ സംസ്കൃത ഭാഷയിൽ കാണാൻ കഴിയും. സംസ്കൃത ഭാഷയിലെ പല വൃത്തങ്ങളും അതേപടി മലയാള ഭാഷയിലും ചിലത് മലയാളീകരിച്ചും പ്രയോഗിക്കുന്നതായി കാണാം. 4 അക്ഷരമുള്ള പ്രതിഷ്ഠയ്ക്ക് ഉദാഹരണമായി നമ്മൾക്കേവർക്കും സുപരിചിതമായ ഒരു വാക്ക് തന്നെ എടുക്കാവുന്നതാണ്, കൊക്കരക്കോ എന്നിങ്ങനെ. അങ്ങനെ ഛന്ദസ് അഥവാ വൃത്തം ചരാചര ഗന്ധിയാണ്. അവയെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത് എല്ലാ ഭാഷാസ്നേഹികൾക്കും ഒരുപോലെ ഹ്ലാദം നൽകുന്നതുമാണ്. ആധുനിക ഭാഷയിൽ വൃത്തത്തിന് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞാലും അവിടെയെല്ലാം വൃത്തത്തിനെ കാണാനായി നമുക്ക് കഴിയും. ഈ വെബിനാറിൽ മുഖ്യഭാഷണം നടത്തുന്ന ഡോക്ടർ സി രാജേന്ദ്രൻ സർ വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ള ലോക പണ്ഡിതൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ വെബിനാറിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് സാറാണ്. സാറും നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് അനവധി കാര്യങ്ങൾ സംവദിക്കുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സ്വീകരിച്ച് വിശകലനം ചെയ്ത് വെബിനാർ നടത്താൻ ശ്രമിക്കുന്ന കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രത്തിലെ വെബിനാറിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും ഈ വിഷയത്തിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ആദരവും അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, സാഹിത്യപദവും കാവ്യപദവും ഭിന്ന ഭാവങ്ങളെയല്ല സംവേദനം ചെയ്യുന്നു. എങ്കിലും സംസ്കൃത സാഹിത്യം, അപഭ്രംശ സാഹിത്യം എന്നെല്ലാമുള്ള പ്രയോഗങ്ങളിലും രഘുവംശകാവ്യം, മാഘകാവ്യം എന്നെല്ലാമുള്ള പ്രയോഗങ്ങളിലും അവ ഒരേ ആശയമല്ല പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, രഘുവംശ സാഹിത്യമെന്നോ മാഘ സാഹിത്യമെന്നോ ഉള്ള പ്രയോഗവും സാധാരണ കാണാറില്ല. എന്നാൽ സൃഷ്ടി സമഷ്ടി ഭേദങ്ങളുടെ പ്രപഞ്ചനമെന്നല്ലാതെ മറ്റൊരു വ്യത്യാസവും ഈ പദങ്ങൾക്ക് കൽപ്പിക്കേണ്ടതില്ല തന്നെ. വ്യഷ്ടിയുടെ അർത്ഥത്തെ കുറിക്കുവാൻ കാവ്യപദവും സമഷ്ടിയുടെ അർത്ഥത്തെ കുറിക്കുവാൻ സാഹിത്യപദവും കൂടുതലായി പ്രയോഗിക്കുന്നു എന്ന് മാത്രം. ശബ്ദാർത്ഥ സഹിത
ഭാവമായ വാങ്മയം മുഴുവനും ശാസ്ത്രമെന്നും കാവ്യമെന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രം പ്രജ്ഞാപ്രധാനവും സാഹിത്യം പ്രതിഭാപ്രധാനവുമാണത്രേ. ദ്വേ വക്മനി ഗിരാം ദേവ്യാ ശാസ്ത്രം ച കവികർമ്മ ച പ്രജ്ഞോപജ്ഞം തയോരാദ്യം പ്രതിഭോദ്ഭവമന്തിമം എന്ന് ഈ വിഭജനത്തെ സ്ഥിരീകരിക്കുന്ന ഒരു കാരിക തന്നെ നിങ്ങൾ കേട്ടിരിക്കും. ശാസ്ത്രപദത്തിന് ദർശനം, വിദ്യ എന്നെല്ലാമാണ് സംസ്കൃത പാരമ്പര്യത്തിൽ അർത്ഥം. അത് കൂടുതലും വിചാരപരമാണ്. കവി പ്രതിഭയുടെ മൂശയിൽ വാർന്നു വീഴുന്ന വികാരപരമായ വാങ്മയത്തെ കാവ്യമെന്ന് പറയാം. കൗതി ശബ്ദായതേ രസാൻ വിമൃശതി ഇതി കവിഹി തസ്യ കർമ്മ കാവ്യം എന്നാണല്ലോ പ്രസിദ്ധി. സാഹിത്യ കാവ്യ ചിന്തകൾക്ക് ശാസ്ത്രത്തിന്റെ പരിവേഷം കൽപ്പിക്കുവാൻ കഴിയുമോ എന്നത് സംസ്കൃത പാരമ്പര്യത്തിൽ ആദ്യം മുതൽക്ക് തന്നെ ഒരു സജീവ ചർച്ചാ വിഷയമായിരുന്നു. അംഗാനി വേദാശ്ചത്വാരോ മീമാംസ ന്യായവിസ്തര ധർമ്മശാസ്ത്രം പുരാണം ച വിദ്യാ ഹ്യേതാൻ ചതുർദശ എന്നിങ്ങനെ 14 വിദ്യകളാണ് ഭാരതീയ പാരമ്പര്യം അംഗീകരിച്ചിട്ടുള്ളത്. മറ്റൊരു പാഠഭേദം കൂടിയാകുമ്പോൾ അതിന്റെ എണ്ണം 18 ഉയരുന്നുണ്ട്. ആയുർവേദോ ധനുർവേദോ ഗാന്ധർവശ്ചേതി തേ ത്രയ അർത്ഥശാസ്ത്രം ചതുർത്ഥം ച വിദ്യ അഷ്ടാദശൈവ തത്. ഇവയിൽ വേദശബ്ദം കൊണ്ട് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നീ വേദങ്ങളും അവയുടെ ബ്രാഹ്മണ, ആരണ്യക, ഉപനിഷത്തുകളും അടങ്ങുന്നു. മീമാംസാപദം കൊണ്ട്, ന്യായപദം കൊണ്ടും പ്രമേയ ചിന്തന പ്രധാനങ്ങളായ ദർശനങ്ങളും അടങ്ങും. അതായത് ആസ്തിക നാസ്തിക ദർശനങ്ങളെ ആകമാനം വിദ്യാസ്ഥാനത്തേക്ക് ഉൾക്കൊള്ളുവാൻ മീമാംസ ന്യായപദങ്ങൾ കൊണ്ട് കഴിയുന്നു എന്നർത്ഥം. ധർമ്മശാസ്ത്രപദം കൊണ്ട് സ്മൃതികളും ശ്രൗത സ്മാർത്ത സൂത്രങ്ങളും ഉൾപ്പെടും. പുരാണപദം കൊണ്ട് പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളും. ഇപ്രകാരം സംസ്കൃത പാരമ്പര്യമനുസരിച്ച് ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം, ആസ്തിക നാസ്തിക ദർശനങ്ങൾ, സ്മൃതി ശ്രൗത ഗൃഹ്യാദി സൂത്രങ്ങൾ, പുരാണ ഇതിഹാസങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ ആശയ പ്രപഞ്ചമാണ് വിദ്യാസ്ഥാനങ്ങളായും സാംസ്കാരിക മൂല സ്രോതസ്സുകളായും ധർമ്മസ്ഥാനങ്ങളായും അംഗീകൃതങ്ങളായിട്ടുള്ളത്. ഇതിൽ ഒരിടത്തും കാവ്യമോ
തത്തുല്യമായ സാഹിത്യമോ കാണുന്നില്ല. സ്വാഭാവികമായും സാഹിത്യത്തിന് ഒരു ശാസ്ത്രമെന്ന നിലയിൽ നിലനിൽപ്പുണ്ടോ എന്ന ചിന്തയ്ക്ക് ഇടം ലഭിക്കുന്നു. അതായത് കാവ്യപ്രകാശം, ധ്വന്യാലോകം, സാഹിത്യദർപ്പണം, രസഗംഗാധരം തുടങ്ങിയ ഗ്രന്ഥങ്ങളും അവയിലൂടെ വിശദീകരിക്കപ്പെടുന്ന സിദ്ധാന്തങ്ങളും മഹാകവികളുടെ സാഹിത്യ രചനകളും ശാസ്ത്ര പദ വ്യവച്ഛേദ്യമാണോ എന്നത് ഒരു ചർച്ചാ വിഷയമായി തീരുന്നു എന്നർത്ഥം. ശാസ്ത്രമൂല്യമില്ലാത്ത ഒരു ചിന്തയ്ക്കും പിടിച്ചു നിൽക്കാൻ ആവുകയില്ല തന്നെ. നിത്യജീവിതത്തിൽ വാക്കിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതില്ല. വാക്ക് ജീവിതത്തെ പ്രകാശവത്താക്കും. ശബ്ദം എന്ന വെളിച്ചം ലോകാരംഭം മുതൽ ജ്വലിച്ചുകൊണ്ടിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം മുഴുവനും ഇരുളടഞ്ഞു പോകുമായിരുന്നു എന്നാണ് കവിവാക്യം. ഇതമന്ധം തമകൃഷ്ണം യായേത ഭുവനത്രയം യതി ശബ്ദാഹ്വയം ജ്യോതിരാസംസാരം ന ദീപ്യതേ. വാക്ക് എന്നത് ശബ്ദത്തെ മാത്രമല്ല അർത്ഥത്തെയും കുറിക്കുന്നു. അർത്ഥരഹിതമായി വാക്കിന് നിലനിൽപ്പില്ലാത്തതിനാൽ സിദ്ധേ ശബ്ദാർത്ഥ സംബന്ധേ തദധീതേ തദ്വേദ വാഗർത്ഥാവിവ സമൃക്തൗ എന്നിങ്ങനെ പാണിനി, കാളിദാസാദികൾ സകല വിദ്യാസ്ഥാനങ്ങളുടെയും ശബ്ദാർത്ഥാത്മകത്വം വിശദീകരിച്ചിരിക്കുന്നതും ഇവിടെ സ്മർത്തവ്യമാണ്. സാഹിത്യവും ശബ്ദാർത്ഥാത്മകമാണ്. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്ന് പ്രമുഖ സാഹിത്യ ആചാര്യനായ ഭാമകനും രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം എന്ന് മറ്റൊരു കാവ്യജ്ഞനായ ജഗന്നാഥനും ശബ്ദാർത്ഥവും സഹിതവും വക്ര കവി വ്യാപാരശാലിനി ബന്ധേ വ്യവസ്ഥിതവും കാവ്യം തത്വിത ആഹ്ലാദകാരിണി എന്ന് വക്രോക്തികാരനായ കുന്തകനും കാവ്യത്തെ നിർവചിച്ചിരിക്കുന്നു. വായനക്കാരന്റെ ഹൃദയത്തിൽ, സഹൃദയന്റെ ഹൃദയത്തിൽ ആനന്ദത്തിന്റെ അലയടികൾ ഉത്പാദിപ്പിക്കുവാൻ കഴിയുന്ന ശബ്ദാർത്ഥങ്ങളുടെ സഹിത ഭാവമാണ് സാഹിത്യമെന്ന് ചുരുക്കം. സാഹിത്യമനയോ ശോഭാശാലിതാം പ്രതി പ്രാപ്യസൗ അന്യൂന അനതിരിക്തത്വ മനോഹാരിണ്യവസ്ഥിതി. സഹൃദയ ഹൃദയത്തിൽ ആനന്ദമുളവാക്കുവാനുള്ള കരുത്ത് കവിതയ്ക്ക് ലഭിക്കണമെങ്കിൽ ശബ്ദവും അർത്ഥവും മത്സരിച്ച് ന്യൂനത ലേശം പോലുമില്ലാതെ പരസ്പരം ഉപസ്കാരകങ്ങളായി വർത്തിക്കണമെന്നത്രേ കുന്തകന്റെ അഭിപ്രായം. മാത്രമല്ല ശബ്ദവും വിവക്ഷിതാർത്ഥൈക വാചക അന്യേഷു സൽസ്വഭി അർത്ഥ സഹൃദയ ഹൃദയാഹ്ലാദ സ്വസ്പന്ദ സുന്ദര എന്ന് ശബ്ദത്തെയും അർത്ഥത്തെയും കുറെ കൂടി ക്ലിപ്തതയോടെ നിർവചിക്കാനും കുന്തകാചാര്യൻ തയ്യാറായിട്ടുണ്ട്. ആയിരക്കണക്കിന് പദങ്ങളുണ്ടെങ്കിലും കവി വിവക്ഷയെ പ്രകാശിപ്പിക്കുവാൻ കെൽപ്പുള്ള ഒരേ ഒരു പദമേ ശബ്ദം എന്ന വ്യവഹാരത്തിന് അർഹത നേടുന്നുള്ളൂ. അർത്ഥമാകട്ടെ സഹൃദയ ഹൃദയാഹ്ലാദക്ഷമതയിൽ ഊന്നി നിൽക്കുന്നത്. സാഹിത്യവും ശാസ്ത്രവും ഒരുപോലെ ശബ്ദാർത്ഥമയങ്ങൾ തന്നെ എന്നതുകൊണ്ട് അവ സമാനങ്ങളാണെന്ന് വരുന്നില്ല. സാഹിത്യ ശാസ്ത്രങ്ങൾ ഏറ്റെടുക്കുന്ന ധർമ്മം എന്താണ്? അവയുടെ സാധർമ്മ്യ
വൈധർമ്മ്യങ്ങൾക്ക് നിദാനമായവർ വർത്തിക്കുന്നത് ഇതിന്റെ ഉത്തരമായിരിക്കും. ലക്ഷ്യത്തിൽ അവ വ്യത്യസ്തമല്ല എന്ന നിഗമനം ഒരുപക്ഷെ ഈ ചർച്ചയുടെ അവസാനം നമുക്ക് എത്തിച്ചേരാൻ കഴിയുമായിരിക്കും. സംസ്കൃത പാരമ്പര്യം അനുസരിച്ച് അവിദ്യയെ നശിപ്പിക്കുക എന്നതാണ് ശാസ്ത്രത്തിന്റെ ലക്ഷ്യം. മുമ്പ് വിശദീകരിക്കപ്പെട്ട വിദ്യാസ്ഥാനങ്ങൾ ഓരോന്നും ഈ ദൗത്യം ഏറ്റെടുക്കുന്നവയാണ്. സാഹിത്യവും അവസാന വിശകലനത്തിലും നിർവഹിക്കുന്നത് മറ്റൊന്നല്ല. ധർമാർത്ഥ കാമ മോക്ഷ രൂപേണയുള്ള പുരുഷാർത്ഥത്തിൽ വിചക്ഷണത ഉണ്ടാക്കുക എന്നതാണ് സാഹിത്യത്തിന്റെ ഒരു പ്രധാന പ്രയോജനമെന്ന് സംസ്കൃതത്തിലെ ഏതാണ്ട് എല്ലാ സാഹിത്യ മീമാംസകന്മാരും ഏകസ്വരത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുന്തകന്റെ അഭിപ്രായത്തിൽ കടുവ ഔഷധവ ശാസ്ത്രം അവിദ്യാവ്യാധിനാശനം, ആഹ്ലാദമൃതവത് കാവ്യം അവിവേക ഗതാവഹം. കടുവ ഔഷധവത് ശാസ്ത്രം അവിദ്യാവ്യാധിനാശനം, ആഹ്ലാദമൃതവത് കാവ്യം അവിവേക ഗതാപഹം. ശാസ്ത്രം കൈപ്പുള്ള കഷായം പോലെ അവിദ്യാവ്യാധിയെ നശിപ്പിക്കുമ്പോൾ കാവ്യം ആഹ്ലാദകാരിയായ അമൃതത്തെ പോലെ അവിവേകം എന്ന രോഗത്തെ ഉന്മൂലനം ചെയ്യുന്നു. അനുവാചകരെ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് അവരെ അവിദ്യാനാശിനി രൂപമായ പ്രത്യഭിജ്ഞയിലേക്ക് നയിക്കുന്നത് സാഹിത്യമാണ്. അവിജ്ഞാന ദർശനമാണ് സാഹിത്യ ആസ്വാദനത്തിന്റെ പരിസ്ഫൂർത്തിയെ കുറിക്കുന്നത്. അവിജ്ഞാന ദർശനത്തിലൂടെ അവിദ്യയാകുന്ന മൺപുറ്റു പൊട്ടുമ്പോൾ സഹൃദയൻ കാവ്യാസ്വാദനത്തിന്റെ ശ്രീകോവിലിൽ എത്തിച്ചേരും. ഇതര ശാസ്ത്രചിന്തകളെ പോലെ സാഹിത്യശാസ്ത്രവും സഹൃദയനെ അവിദ്യയിൽ നിന്നും മോചിപ്പിക്കുന്ന ശാസ്ത്രമാണ്. ശാസു അനുശിഷ്ടൗ എന്ന ധാത്വർത്ഥാനുസാരം അനുശാസന പ്രധാനങ്ങളായ ഗ്രന്ഥങ്ങളെയാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. സാഹിത്യ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ തത് കർത്താക്കൾ ധ്വനി അലങ്കാരാദി അനുശാസന പ്രക്രിയ തന്നെയാണ് നിർവഹിക്കുന്നത്. ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പോലെ പൂർവപക്ഷ വിശദീകരണം, അവയുടെ നിരാകരണം, സിദ്ധാന്ത സ്ഥാപനം എന്നീ ക്രമം തന്നെയാണ് സാഹിത്യ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കാണപ്പെടുന്നത്. സാഹിത്യ മീമാംസകന്മാരും കവികളുമായിരുന്ന അഭിനവഗുപ്തൻ, നാഗേശഭട്ടൻ, ഭാസൻ, ഭരതൻ, വൈയാകരണനായ പാണിനി തുടങ്ങിയവരെല്ലാം തന്നെ സാഹിത്യ ചിന്തകളെ ശാസ്ത്രമായും ദർശനമായും വിദ്യാസ്ഥാനമായും തങ്ങളുടെ കൃതികളിൽ പരാമർശിച്ചിരുന്നു. മാത്രമല്ല കുലശേഖരനായ രാജശേഖരൻ തന്റെ കാവ്യമീമാംസാ ഗ്രന്ഥത്തിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ കാവ്യമീമാംസയെ അഞ്ചാം വേദമായി ഉയർത്തുന്നുവെന്നതും ഇവിടെ സ്മരിക്കാവുന്നതാണ്. പഞ്ചമി സാഹിത്യവിദ്യേതി യായാവരീയഃ സഹി ചതുഷ്ടയീനാമപി വിദ്യാനാം നിശ്യന്തഃ എന്നാണ് ഈ സന്ദർഭത്തിൽ രാജശേഖരൻ കുറിച്ചിരിക്കുന്നത്. സാഹിത്യവിദ്യ ഇതര വിദ്യകളുടെ എല്ലാം പ്രഭവസ്ഥാനമാണ്. സമഷ്ടി സർവശാസ്ത്രാണാം സാഹിത്യമിതി ഗീയതേ. മാത്രമല്ല വ്യംഗ്യാർത്ഥജ്ഞാനത്തിന് അനിവാര്യമായ സാഹിത്യവിദ്യയെ ഏഴാമത്തെ വേദാംഗമായും
അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. സാഹിത്യം സപ്തമംഗം എന്നിങ്ങനെ പ്രഖ്യാപിക്കുക മാത്രമല്ല, ദാസു പർണ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ അയോരന്യ വിപ്പലം സ്വാദത്യനശ്നന്യോ അഭിജാഗശീതി എന്ന ഋഗ്വേദമന്ത്രത്തിന്റെ ആശയ വ്യക്തതയ്ക്ക് സാഹിത്യവിദ്യയുടെ അനിവാര്യമായ സഹായം അനുപേക്ഷണീയമാണെന്ന് അദ്ദേഹം വായനാചാര്യനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്ത് സ്ഥാപിക്കുന്നുമുണ്ട്. ഇപ്രകാരം വേദാർത്ഥ അവബോധത്തിന് സഹായകരമാകൊണ്ട് അലങ്കാര ശാസ്ത്രത്തെ ഏഴാമത്തെ വേദാംഗം എന്ന് വിളിക്കുവാനും രാജശേഖരൻ തയ്യാറാവുകയുണ്ടായി. ഉപകാരകത്വാത് അലങ്കാര സപ്തമംഗം ഇതി യയാവരീയ. ഇത്രയും വിശദീകരിച്ചതിൽ നിന്നും 18 വിദ്യകളെന്ന പരമ്പരാഗത ചർച്ചയിൽ സാഹിത്യശാസ്ത്രത്തിന് ഇടം ലഭിച്ചിട്ടില്ലെങ്കിലും സകല വിദ്യകളുടെയും പ്രഭവസ്ഥാനം എന്ന നിലയിൽ സാഹിത്യവിദ്യയ്ക്ക് പ്രത്യേകം സ്ഥാനം കൽപ്പിക്കുന്നതിൽ അസാംഗത്യം തെല്ലുമില്ലെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാതെ തന്നെ സ്ഥാപിക്കാവുന്നതാണ്. അലങ്കാരം എന്ന പദം വിവിധ രീതിയിൽ വിഗ്രഹിക്കാവുന്നതാണ്. അലങ്കരോതി ഇതി അലങ്കാര, അലങ്കരിക്കുന്നതെന്തോ അത് എന്ന് കർത്തൃപ്രധാനമായും, അലങ്ക്രിയതേ ഇതി അലങ്കാര, അലങ്കരിക്കപ്പെടുന്നത് എന്തോ അത് എന്ന് കർമ്മപ്രധാനമായും, അലങ്ക്രിയതേ അനേന ഇതി അലങ്കാര, യാതൊന്നുകൊണ്ട് അലങ്കരിക്കുന്നുവോ അത് എന്ന് കരണപ്രധാനമായും, അലങ്കരണം അലങ്കാര, അലങ്കരിക്കൽ എന്തോ അത് എന്ന ഭാവപ്രധാനമായും ഈ പദത്തെ വിഗ്രഹിച്ച് അർത്ഥം പറയാവുന്നതാണ്. കൃഞ്ഞ് ധാതുവിനോടുകൂടി ഡുകൃഞ്ഞ് കരണേ അലം എന്ന അവ്യയം ചേർത്താണ് അലങ്കാരം എന്ന പദം നിഷ്പന്നമായിട്ടുള്ളത്. അലം എന്ന അവ്യയത്തിന് നിഷേധാർത്ഥമല്ല, പര്യാപ്തം, സമർത്ഥം, ശക്തം എന്നീ അർത്ഥമാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പര്യാപ്തമാക്കുന്നു, സമർത്ഥമാക്കുന്നു, ശബ്ദമാക്കുന്നു എന്നിങ്ങനെ അലങ്കാര പദത്തിന് സാമാന്യമായി അർത്ഥം കൽപ്പിക്കാം. കവിതയെ കവിതയാക്കുവാൻ പര്യാപ്തമാക്കുന്ന അത് എന്തോ അതാണ് അലങ്കാരം. കവിതയെ കവിതയാക്കുന്നത് അത് കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന സഹൃദയന്റെ മനസ്സിനെ ആനന്ദിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യുക എന്ന ദൗത്യം സഫലമായി നിർവഹിക്കുമ്പോഴാണ് ഈ കരുത്ത് കവിതയ്ക്ക് ലഭിക്കുന്നത്. ആ കരുത്ത് പ്രദാനം ചെയ്യുന്നത് എന്താണോ അതാണ് അലങ്കാരം എന്ന് പറയാം. സാധാരണ ലൗകിക സംഭാഷണങ്ങളിൽ നിന്ന് കവിതയെ വേർതിരിക്കുന്നത് ഈ ഘടകമാണ്. ആ പടയാളിക്ക് ഊക്കും ഉത്സാഹവുമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വാർത്ത മാത്രമാണ്. ആ പടയാളിയുടെ ഉടൽ ഇരുമ്പാണ്, ഉള്ളിൽ തീയും എന്ന് പറയുമ്പോഴോ അത് കവിതയായി മാറുന്നു. സൂര്യൻ ഉദിക്കുന്നു എന്നത് ഒരു വസ്തുകഥനം മാത്രമാണ്. വാർത്താവേനാം പ്രചക്ഷതേ എന്ന് പറയും ഭാമകൻ. എന്നാൽ അതേ ആശയം തന്നെ കനലിൽ ചുട്ടെടുത്തൊരു കനകക്ഷേങ്ങല പോലെ എന്നാകുമ്പോഴോ അത് കവിതയായി മാറും. ഇവിടെയാണ് സൗന്ദര്യമലങ്കാര എന്ന
വാമനന്റെ നിരീക്ഷണം ഏറ്റവും യുക്തിമത്തായി അനുഭവപ്പെടുന്നത്. കവിത എന്ന് വെച്ചാൽ സാഹിത്യം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ശാസ്ത്രം എന്ന പദം പറയുക, ബോധിപ്പിക്കുക എന്ന് അർത്ഥം വരുന്ന ശംസ് ധാതുവിൽ നിന്നോ അജ്ഞാപിക്കുക എന്നർത്ഥം വരുന്ന ശാസ് ധാതുവിൽ നിന്നോ നിഷ്പന്നമാണ്. പ്രബോധനം, അനുശാസനം ശാസ്ത്രപദത്തിന്റെ സത്തയായി ഇന്ത്യൻ പാരമ്പര്യം മുമ്പേ ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അലങ്കാരശാസ്ത്രം എന്ന പദത്തിന് കവിതയെ കവിതയാക്കുവാൻ, സഹൃദയനെ ആനന്ദിപ്പിച്ചുകൊണ്ട് നവീകരിക്കുവാൻ വേണ്ട ഘടകങ്ങളെ അവഗ്രഹിച്ച് കണ്ടെത്തുകയും അവയുടെ തിരിച്ചറിവിലൂടെ സ്വന്തം കവിതയ്ക്ക് ആ കരുത്ത് ഉണ്ടാക്കുവാൻ ഓരോ കവിയെയും പ്രാപ്തനാക്കുകയും ചെയ്യുന്ന വിജ്ഞാനശാഖ എന്ന് അർത്ഥം കൽപ്പിക്കാവുന്നതാണ് അലങ്കാരശാസ്ത്രത്തിന്. കവിതയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ശബ്ദം, അർത്ഥം, അലങ്കാരം, ഗുണം, രീതി, ധ്വനി, രസം, വക്രോക്തി, ഔചിത്യം എന്നിവയുടെ എല്ലാം ഒത്തിരിപ്പാണെന്ന് സംസ്കൃത സാഹിത്യ മീമാംസകർ തങ്ങളുടെ കർമ്മം കൊണ്ട്, പഠനം കൊണ്ട്, വിശകലനം കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ എല്ലാ കോപ്പുകളെയും അപഗ്രഥിക്കുന്ന ശാസ്ത്രമായിട്ടാണ് അലങ്കാരശാസ്ത്രം അറിയപ്പെടുന്നത്. ഉപമാദികളായ അലങ്കാരങ്ങളെ മാത്രമല്ല, സമസ്ത സാഹിത്യ മേഖലകളെയും അത് ഉൾക്കൊള്ളുന്നു. ബാഹ്യ മോടികളിൽ ഉടക്കി നിൽക്കാതെ കാവ്യത്തിന്റെ അന്തസത്തയിലേക്ക് അത് കടന്നു ചെല്ലുന്നു. അനന്തമായ കാവ്യ സാധ്യതകളുടെ വിശാലമായ ലോകം അത് മലർക്കെ തുറന്നു വയ്ക്കുന്നു. കവിതയുടെ സ്വരൂപം, കവിതയുടെ ഹേതു, കവിതയുടെ പ്രയോജനം, കവിതയുടെ ദോഷം, കവിശിക്ഷ, അലങ്കാരം, കവിതയുടെ അംഗം, കവിതയിലെ രസം എന്നിങ്ങനെ അതിബൃഹത്തായ ഒരു ശാസ്ത്രമേഖലയായി അലങ്കാരശാസ്ത്രം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കാവ്യാലങ്കാരം, കാവ്യമീമാംസ, കാവ്യശാസ്ത്രം, സാഹിത്യശാസ്ത്രം, സാഹിത്യമീമാംസ, സാഹിത്യവിദ്യ, സൗന്ദര്യശാസ്ത്രം, ക്രിയാവിധി, ക്രിയാകൽപ്പം എന്നിങ്ങനെ അലങ്കാരശാസ്ത്രം സംസ്കൃത സാഹിത്യത്തിൽ അറിയപ്പെടുന്നത് ഈ വ്യാപകമായ അർത്ഥത്തിലാണ്. കവിതയെ കവിതയാക്കുന്ന മൂലഘടകം എന്ന നിലയിൽ പ്രഖ്യാതമായ അലങ്കാര പദത്തെ വ്യക്തമായ ഒരു നിർവചനത്തിനകത്ത് ഉൾക്കൊള്ളിക്കുവാൻ എളുപ്പമല്ല എങ്കിലും ആ വഴിക്കുള്ള ചിന്തകളും സംസ്കൃത സാഹിത്യ മീമാംസകന്മാർ ഏറ്റെടുക്കുകയുണ്ടായിട്ടുണ്ട്. അലങ്കാര ശാസ്ത്ര പഠനത്തിന്റെ മൂലക്കല്ല് നിക്ഷേപിച്ച നാട്യശാസ്ത്രം രചിച്ച ഭരതമുനി അലങ്കാരത്തിന് പ്രത്യേക ലക്ഷണമൊന്നും കൊടുക്കാതെയാണ് യമകം, രൂപകം, ഉപമ തുടങ്ങിയ അലങ്കാരങ്ങളെ ലക്ഷണം പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഭരതന്റെ വ്യാഖ്യാതാവായ അഭിനവഗുപ്തൻ മുകുടാദയോ അലങ്കാര, രാജാവിന് കിരീടം എന്ന പോലെയാണ് കാവ്യത്തിന് അലങ്കാരം എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. ധ്വനിപക്ഷപാതിയായി പ്രഖ്യാതനായ അഭിനവഗുപ്തന് കാവ്യത്തിന്റെ സൗന്ദര്യം എന്ന നിലയിൽ അലങ്കാരത്തെ കാണുകയും നിർവചിക്കുകയും ചെയ്യേണ്ട ബാധ്യത ഇല്ല തന്നെ. അതുകൊണ്ട് തന്നെ കാവ്യ ശരീരത്തിൽ സംയോഗരൂപേണ ചേർന്നിരിക്കുന്നവയാണ് അലങ്കാരങ്ങളെന്ന് അദ്ദേഹം തിട്ടപ്പെടുത്തി. ശൗര്യാദികൾ പോലെ സമഗ്രമായ സംബന്ധരൂപേണ ശരീരത്തിൽ വർത്തിക്കുന്നത് ഗുണങ്ങളാണെന്നും അദ്ദേഹം തീർച്ചപ്പെടുത്തുകയുണ്ടായി. അലങ്കാരത്തിന്റെ സത്തയിലേക്ക് ആദ്യമായി വിരൽ ചൂണ്ടിയത് ഭാമഹനായിരുന്നു.
സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ ഉദിച്ചു എന്ന് തുടങ്ങിയ സ്വഭാവോക്തികൾ കേവലം വാർത്തയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം കവിതയെ വേർതിരിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അലങ്കാരത്തിന്റെ ആത്മവത്ത വക്രോക്തിയാണ്. പിൽക്കാലത്ത് ഒരു അലങ്കാരം എന്ന നിലയിൽ പ്രസിദ്ധമായ വക്രോക്തിയല്ല ഭാമഹൻ ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. യാതൊന്നിന്റെ അഭാവത്തിൽ കവിത കവിതയാകുന്നില്ലയോ, ആ ധർമ്മത്തെയാണ് ഭാമഹൻ വക്രോക്തി എന്ന് പറയുന്നത്. ശബ്ദാർത്ഥ വൈചിത്ര്യമാണ് വക്രോക്തി. കവിതയ്ക്ക് ചമത്കാരമുണ്ടാകുന്നത് വക്രോക്തി മൂലമാണ്. വക്രോക്തിയാണ് അലങ്കാരം. ഇരാം വക്രാവിധേയ ശബ്ദോക്തിരിഷ്ട വാചാമലങ്കൃതി. പദത്തിലും അർത്ഥത്തിലും വക്രോക്തി പ്രയോഗിക്കുന്നതാണ് വാക്കുകൾക്ക് അലങ്കാരം. സൈഷ സർവൈവ വക്രോക്തി അനയാർത്ഥോ വിഭാവ്യതേ യത്നോസ്യാം കവിന കാര്യം അലങ്കാരോ അനയാവിന. എല്ലാ വക്രോക്തിയും അതിശയ സ്പർശമുള്ളവ തന്നെ. ഇതുകൊണ്ട് അർത്ഥത്തിന് ചാരുത്വം ഉണ്ടാകുന്നു. ഇതിൽ കവി യത്നിക്കണം. ഇതുകൂടാതെ എന്ത് അലങ്കാരമാണുള്ളത് എന്നിങ്ങനെയാണ് ഭാമഹൻ തന്റെ ഗ്രന്ഥത്തിൽ പ്രഖ്യാപിക്കുന്നത്. മറ്റൊരു കാവ്യവിമർശകനായ ദണ്ഡിയുടെ മതം കാവ്യശോഭാകരാൻ ധർമാൻ അലങ്കാരാൻ പ്രദക്ഷതേ. കാവ്യത്തിന് ശോഭയുണ്ടാക്കുന്ന ധർമ്മങ്ങളാണ് അലങ്കാരങ്ങൾ എന്നാണ്. കാമം സർവോപ്യലങ്കാരാഹ രസവർത്തെ നിഷിഞ്ചതി. എല്ലാ അലങ്കാരങ്ങളും രസോപസ്കാരങ്ങളാകണമെന്നും ദണ്ഡി നിഷ്കർഷിക്കുന്നുണ്ട്. കാവ്യം ഗ്രാഹ്യമലങ്കാരാത് സൗന്ദര്യമലങ്കാര. കാവ്യം അലങ്കാരത്താൽ സ്വീകാര്യമാകുന്നു. സൗന്ദര്യം തന്നെയാണ് അലങ്കാരം. എന്നിങ്ങനെ അലങ്കാരത്തിന്റെ തനിമ തൊട്ടറിഞ്ഞ വാമനൻ കാവ്യശോഭായാഹ കർത്താരോ ധർമാഹ ഗുണാഹ തദതിശയഹേതവസ്ത്വലങ്കാര. കാവ്യശോഭയ്ക്ക് കാരണമായ ധർമ്മങ്ങൾ, ഗുണങ്ങൾ, കാവ്യശോഭ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായവ അലങ്കാരങ്ങൾ എന്ന് അതിന്റെ പരിമിതമായ അർത്ഥത്തെയും മുന്നോട്ട് വെക്കുന്നുണ്ട്. അലങ്കാര പ്രസ്ഥാനത്തിന്റെ ശക്തനായ വക്താവ് എന്ന് അറിയപ്പെട്ട ഉദ്ഭടൻ പക്ഷേ അലങ്കാരത്തിന് വ്യക്തമായ ഒരു നിർവചനമൊന്നും നൽകുകയുണ്ടായില്ല. എന്നിരുന്നാലും ശരീരത്തിന് ലൗകികമായ ഹാരാദികൾ പോലെ ചേർന്നിരിക്കുന്നവയല്ല കാവ്യത്തിന്റെ അലങ്കാരങ്ങൾ എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. കാവ്യത്തിന്റെ അലങ്കാരങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അലൗകികമായ തലത്തിൽ വർത്തിക്കുന്നവയത്രേ. സംഘടനയിൽ ഗുണങ്ങൾ എന്ന പോലെ കാവ്യശരീരമായ ശബ്ദാർത്ഥങ്ങളിൽ സമവായ സംബന്ധ രൂപേണ ലയിച്ചു ചേർന്നിരിക്കുന്നവയാണ് അലങ്കാരം. രുദ്രയുടെ പക്ഷത്തിൽ അലങ്കാരം എന്നത് അഭിധാന പ്രകാര വിശേഷമത്രേ. അതായത് കവിപ്രതിഭയിൽ ഉദയം കൊള്ളുന്ന ഉക്തിവിശേഷം തന്നെ. ഗമ്യോൽപ്രേക്ഷ എന്ന പോലെ അത് വ്യംഗ്യമായും വരാം എന്നും രുദ്രടൻ അഭിപ്രായപ്പെടുന്നു. ധ്വനിമത സ്ഥാപകനായ ആനന്ദവർദ്ധനനും രുദ്രടന്റെ അഭിപ്രായത്തെ പിന്താങ്ങുകയുണ്ടായി. അനന്താനി വാഗ്വികൽപാഹ തത്പ്രകാരാഹ ഏവ ച അലങ്കാരാ. വാഗ്വികൽപ്പങ്ങൾ അനന്തങ്ങളാണ്, തത്പ്രകാരങ്ങൾ തന്നെയാണ് അലങ്കാരങ്ങൾ എന്നിങ്ങനെ. എന്നാൽ ധ്വനിക്ക് അംഗമാകുക എന്നതാണ് അലങ്കാരങ്ങളുടെ ജന്മകൃത്യം എന്ന് ഊന്നിപ്പറയുവാനും അദ്ദേഹം മറന്നില്ല. രസഭാവാദി താൽപര്യമാശ്രിത്യ
വിനിവേശനം അലങ്കൃതീനാം സർവാസാം അലങ്കാരത്വ സാധനം. രസഭാവാദികളുടെ താല്പര്യമനുസരിച്ച് വിന്യസിക്കുമ്പോഴാണ് അലങ്കാരം അലങ്കാരമായി തീരുന്നത്. കവിതയ്ക്ക് ചമത്കാരം ഉളവാക്കുന്നത് അലങ്കാരമാണ്. അലങ്കാരമണിയുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിനനുസൃതമായി അതിന് മാറ്റുകൂട്ടുന്നതിന് വേണ്ടിയായിരിക്കണം ഭൂഷണങ്ങൾ. അതുപോലെ കാവ്യശരീരമായ ശബ്ദാർത്ഥങ്ങൾക്കല്ല, കാവ്യാത്മാവായ രസത്തിന്, അതായത് ധ്വനിക്ക് ഉത്കർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കണം അലങ്കാരം. അതൊരിക്കലും ഏച്ചു കെട്ടിയതുപോലെ ആയിരിക്കരുത്, മറിച്ച് സ്വാഭാവികമായി വന്നു ചേരുന്നവയായിരിക്കണം. രസാക്ഷിപ്തതയാ യസ്യ ബന്ധ ശക്യക്രിയോ ഭവേത് അമൃത യത്ന നിർവർത്തിയ സ്വലങ്കാരോ ധ്വനൗ മത. രസാവേശത്താൽ ആക്ഷിപ്തമായി രൂപം കൊണ്ടുപോകുന്നതും രസഗന്ധ യത്നത്തിൽ നിന്ന് ഭിന്നമായ യത്നം കൂടാതെ നിഷ്പാദ്യമാകുന്നതുമായ അലങ്കാരമാണ് രസധ്വനിയിൽ സമ്മതമായിട്ടുള്ളത് എന്നിങ്ങനെ തന്റെ അഭിപ്രായം സ്ഫടികസ്ഫുടം വ്യക്തമാക്കിക്കൊണ്ട് ധ്വനികാവ്യത്തിൽ അലങ്കാരം വിന്യസിക്കേണ്ട രീതിയെ അലങ്കാര സമീക്ഷ പ്രകരണത്തിലൂടെ ആനന്ദവർദ്ധനൻ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതിവിദഗ്ധനായ കവിയുടെ വക്രോക്തിഭാസുരമായ കവിതയുടെ ശബ്ദവും അർത്ഥവും അലങ്കാരവും അവയെ അലങ്കരിക്കുന്ന വക്രോക്തിയാകുന്ന വൈദഗ്ധ്യ ഭംഗി ഭണിതി അലങ്കാരവുമാണ്. ഉഭൗ ഏതൗ അലങ്കാര്യവും തയോ പുനരലങ്കൃതി വക്രോക്തിരേവ വൈദഗ്ധ്യ ഭംഗി ഭണിതി രുച്യതേ എന്നാണ് കുന്തകന്റെ നിരീക്ഷണം. അലങ്കാരത്തിന്റെ സ്വത്വം വക്രതയിൽ അധിഷ്ഠിതമാണ്. വക്രത എന്നാൽ വളച്ചുകെട്ടി പറയുകയല്ല, വിദഗ്ധമായി സുന്ദരമായി പറയുക എന്നതാണ്. അലങ്കാരം വക്രോക്തി, സ്വഭാവോക്തി, രസോക്തി എന്നിങ്ങനെ വരാം. കവിപ്രതിഭയിലൂടെ പ്രത്യക്ഷീകരിക്കപ്പെടുന്ന ചമത്കാര വിശേഷമാണ് അലങ്കാരം എന്നിങ്ങനെ നിരീക്ഷിക്കുന്നു ഭോജരാജൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അലങ്കാരമില്ലായ്മ ഒരു കാവ്യദോഷമത്രേ. ധ്വനിപക്ഷപാതിയായ മമ്മട ഭട്ടൻ അലങ്കാരത്തിന് ശരീരത്തിൽ അണിയുന്ന ആരാധികളോടാണ് തുല്യത കൽപ്പിച്ചിരിക്കുന്നത്. ഉപകുർവന്തി തം സന്തം ചേങ്കദ്വാരേണ ജാതുചിത് ആരാധിവത് അലങ്കാര തേ അനുപ്രാസോപമാദയ. ഒരു വിശിഷ്ട വ്യക്തിക്ക് ആരാധികൾ എന്ന പോലെ അംഗീയായ കാവ്യരസത്തിന് ഉത്കർഷമുണ്ടാക്കുന്നവയാണ് അലങ്കാരങ്ങൾ എന്ന് അദ്ദേഹം അലങ്കാരത്തെ നിർവചിക്കുന്നു. കാവ്യത്തിൽ അലങ്കാരം അതുകൊണ്ട് തന്നെ ഒരു അനിവാര്യ ഘടകമല്ല. ചിലയിടങ്ങളിൽ അലങ്കാരമില്ലാതെയും കവിത കാണപ്പെടാം. അനലങ്കൃതി പുനഃക്വാവി എന്നത് മമ്മടൻ കാവ്യലക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത് മറ്റൊന്നുകൊണ്ടുമല്ല. കവി പ്രതിഭോല്ലാസത്തിൽ നിന്നും ഉറവ പൊട്ടുന്ന ശബ്ദാർത്ഥ ചമത്കാരമാണ് അലങ്കാരം എന്ന് രുയ്യകൻ തന്റെ വ്യക്തിവിവേക വ്യാഖ്യാനത്തിൽ അലങ്കാരത്തെ നിർവചിച്ചിരിക്കുന്നു. അത് വക്രോക്തിയിൽ അധിഷ്ഠിതമായിരിക്കെ തന്നെ വക്രോക്തി എന്ന ഒരു അലങ്കാരത്തിന്റെ പദവിയും അലങ്കരിക്കുന്നു. കാവ്യത്തെ ആസ്വാദ്യമാക്കുമാർ ശബ്ദാർത്ഥങ്ങളിലൂടെ അനാവൃതമാകുന്ന വാസ്തവികമോ കാൽപ്പനികമോ ആയ ധർമ്മമാണ് അലങ്കാരം
എന്ന് ഉദ്ഘോഷിക്കുന്ന ശോഭാകരമിത്രന്റെ നിർവചനത്തെ കലവറയില്ലാതെ പിന്തുണയ്ക്കുന്ന ചന്ദ്രാലോകകാരൻ അലങ്കാരമില്ലാതെ എന്ത് കവിതയാണ് എന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഗ്നിക്ക് ചൂട് എന്ന പോലെ കവിതയുടെ അനിവാര്യവും നൈസർഗികവുമായ ഘടകമത്രേ അലങ്കാരം. ജയദേവൻ പറയുന്നു, അലങ്കരോതി യക്കാവ്യം ശബ്ദാർത്ഥൗ അനലങ്കൃതി അസൗന മന്യതേ കസ്മാത് അനുഷ്ണമനമലങ്കൃതി. ആരാണോ അനലങ്കൃതങ്ങളായ ശബ്ദാർത്ഥങ്ങളെ കാവ്യമായി അംഗീകരിക്കുന്നത് അയാൾ എന്തുകൊണ്ട് അഗ്നിയെ ഉഷ്ണമില്ലാത്തത് എന്ന് കരുതുന്നില്ല? അലങ്കാരരഹിത വിധവേവ സരസ്വതി. അലങ്കാരരഹിതയായ കവിത വിധവയെ പോലെയാണ് എന്നാണ് അഗ്നിപുരാണകാരൻ ജയദേവനെ പിന്തുണച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. കാവ്യ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന കവിതയ്ക്ക് ചമത്കാരമുണ്ടാക്കുന്ന അലങ്കാരത്തെ വൈദ്യനാഥൻ തന്റെ അലങ്കാര ചന്ദ്രികയിൽ വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. രസാദികളിൽ നിന്നും ഭിന്നവും വ്യംഗ്യാദികളിൽ നിന്നും ഭിന്നവും ആയിരിക്കെ തന്നെ കാവ്യത്തിന് ചമത്കാരമുണ്ടാക്കുന്നതായ യാതൊരു തത്വം ശബ്ദാർത്ഥങ്ങളിൽ വർദ്ധിക്കുന്നുവോ അത് അലങ്കാരം എന്നാണ് അദ്ദേഹത്തിന്റെ ചർച്ചയെ വളരെ ലളിതമായി നമുക്ക് പറയാൻ കഴിയുന്നത്. മമ്മടന്റെ അലങ്കാര ലക്ഷണത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്റെ കാവ്യ ചർച്ചകൾക്ക് ആരംഭം കുറിക്കുന്ന വിദ്യാനാഥൻ ഏതിനാലാണോ കാവ്യം അലങ്കരിക്കപ്പെടുന്നത് ആ ചമത്കാര കാരണമാണ് അലങ്കാരം എന്ന് സ്വന്തം അഭിപ്രായം കൂട്ടിച്ചേർത്തുകൊണ്ട് അലങ്കാര ലക്ഷണ ചർച്ചയെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. ശബ്ദാർത്ഥങ്ങളുടെ ശോഭ വർദ്ധിപ്പിക്കുന്നതും രസാദികളെ സഹായിക്കുന്നതും കൂടിയേ കഴിയൂ എന്നില്ലാത്തതുമായ കാവ്യധർമ്മമാണ് സാഹിത്യ ദർപ്പണകാരനെ സംബന്ധിച്ചിടത്തോളം അലങ്കാരം. കാവ്യസങ്കേത പ്രസിദ്ധിക്ക് അനുസൃതമായി കൃത്യമായി സന്നിവേശിപ്പിക്കുന്ന കവി ശോഭാധർമ്മമാണ് ചിത്രമീമാംസാകാരനെ സംബന്ധിച്ചിടത്തോളം അലങ്കാരം. അപ്പയ്യ ദീക്ഷിതരുടെ സമകാലികനായിരുന്ന ജഗന്നാഥ പണ്ഡിതൻ സുന്ദരത്വേ സത്യവി ഉപസ്കാരകത്വം അലങ്കാര സാമാന്യ ലക്ഷണം. സുന്ദരവും മുഖ്യാർത്ഥ ഉപസ്കാരകവുമായ പ്രതിപാദനമാണ് അലങ്കാരത്തിന്റെ സാമാന്യ ലക്ഷണം എന്നാണ് രേഖപ്പെടുത്തിയത്. കാവ്യാത്മാവായ വ്യംഗ്യത്തിന് രമണീയത ചേർക്കുന്നത് അലങ്കാരമാണെന്നും അദ്ദേഹം മറ്റൊരിടത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. സംസ്കൃത കാവ്യമീമാംസകർ അലങ്കാരത്തെ വിശകലനം ചെയ്ത് നിർവചിച്ചതിന്റെ ഏകദേശ സ്വരൂപമാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. സംസ്കൃത സാഹിത്യ വിമർശകന്മാരുടെ ഈ വിഷയത്തിലുള്ള ദാർശനികമായ ഉൾക്കാഴ്ചകളെ അവരുടെ വാക്യങ്ങളിൽ നിന്നും ഗുണം ചെയ്തെടുക്കുവാൻ നമുക്ക് കഴിയുന്നു. അവരിൽ പലരെ സംബന്ധിച്ചും അലങ്കാരം കവിതയുടെ സമഗ്രമായ സൗന്ദര്യത്തിന്റെ തികവാണ്. കരണപ്രധാനമായി അതിനെ ചർച്ച ചെയ്യുമ്പോൾ പോലും
ഈ സമഗ്ര വീക്ഷണം ഉടയാട ആഭരണ വിഭൂഷണം എന്ന അവസ്ഥയിൽ നിന്നും കവിതയുമായി സമവായ സംബന്ധദ്വാരേണ സാധ്യം പ്രാപിച്ച ഒരു ധർമ്മമെന്ന അവസ്ഥയിലേക്ക് അലങ്കാരത്തെ ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കവിതാ പഠനത്തിൽ ഏറെ ഗൗരവത്തിൽ ഏറ്റെടുക്കേണ്ട പഠന പ്രക്രിയയാണ് അലങ്കാര ശാസ്ത്ര പഠനം എന്ന് പറയാം. അത്തരം പഠനങ്ങൾക്ക് ഇവിടെ സംഘടിപ്പിച്ചതുപോലെയുള്ള സെമിനാറുകളും വെബിനാറുകളും ശക്തി പകരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ വിജയകരമായി ഈ വെബിനാർ പര്യവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വെബിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കുലാണ്ടി പ്രാദേശിക കേന്ദ്രത്തിലെ സംസ്കൃത സാഹിത്യ വിഭാഗം നടത്തുന്ന പ്രോസഡി ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ എന്ന വിഷയത്തെ അധികരിച്ചുള്ള പഞ്ചദിന ദേശീയ വെബിനാർ ഇവിടെ നമ്മുടെ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ആദരണീയനായ ഡോക്ടർ ധർമ്മരാജ് അഡാഡ് സാർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വൃത്തത്തെയും വൃത്തശാസ്ത്രത്തെയും കുറിച്ചുള്ള ഇത്തരം വിചിന്തനങ്ങൾ എക്കാലത്തും സവിശേഷമായ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള വിഷയമാണ്. അതിപ്രാചീനങ്ങളായ വേദസംഹിതകൾ പോലും ഛന്ദോബദ്ധമായിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. ഛന്ദസ്സിനെ വേദാംഗമായിട്ടാണ് ആചാര്യന്മാർ പരിഗണിച്ചു വന്നിട്ടുള്ളത്. അത് തന്നെ അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതാണ്. മാത്രമല്ല, ഭരതമുനി അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രത്തിൽ ഛന്ദസ്സിൻ്റെ പ്രാധാന്യം പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഭാഷയിൽ ഛന്ദസ്സും ശബ്ദവും പരസ്പര പൂരകമായിട്ടാണ് വർത്തിക്കുന്നത് എന്ന് വിശദമാക്കുന്നുണ്ട് ഭരതമുനി. ഛന്ദോഹീനോ ന ശബ്ദോസ്തി ന ഛന്ദ ശബ്ദവർജിതം എന്നാണ് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ ഛന്ദസ്സിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നിടത്ത് സൂചിപ്പിക്കുന്നത്. പ്രത്യേകമായ ഒരു അനുഭവത്തെയോ വികാരത്തെയോ വികാര വിസ്ഫൂർത്തിയെയോ വ്യക്തമാക്കാൻ യോജിച്ച അഥവാ അനുയോജ്യമായ ഛന്ദസ് തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. രസനിഷ്പത്തിയിൽ ശ്രദ്ധാലുക്കളായിട്ടുള്ളതായ കവികളെല്ലാവരും തന്നെ സന്ദർഭത്തിന് അനുയോജ്യമായ ഛന്ദസ്സുകൾ തിരഞ്ഞെടുക്കണമെന്ന് ആചാര്യന്മാർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. വൈദിക സാഹിത്യത്തിലും സംസ്കൃതത്തിലെ ആധുനിക കൃതികളിൽ പോലും ഈ ഒരു രചനാ കൗശലം കവികൾ പിന്തുടരുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനാവും. താളക്രമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതായ കാവ്യകലയ്ക്ക് വൃത്തം ഒഴിച്ചുകൂടാനാവാത്തതാണ്. കേവലം പദ്യകാവ്യങ്ങൾ മാത്രമല്ല വൃത്ത നിബന്ധിതമായിട്ടുള്ളത് എന്ന് കാണാം. ഗദ്യവും വൃത്തഗന്ധിയാണെന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഛന്ദസ്സുകളുടെ എണ്ണത്തെക്കുറിച്ചിട്ട് അഭിപ്രായ ഐക്യം കുറവാണ്. ഋഗ്വേദ പ്രാതിശാഖ്യത്തിൽ 21 ഛന്ദസ്സുകൾ പ്രധാനമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും അപ്രധാനമായിട്ട് വേറെ 5 ഛന്ദസ്സുകളും പ്രചാരത്തിലുള്ളതായിട്ട് കാണുന്നുണ്ട്.
പിൽക്കാലത്ത് ശാസ്ത്രകാരന്മാര് വൃത്തത്തെക്കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനാവും. വൃത്തശാസ്ത്രജ്ഞന്മാരിൽ പ്രധാനികളായിട്ടുള്ളവരായ പിംഗളാചാര്യൻ, അതുപോലെ പിന്നെ ഛന്ദശാസ്ത്രത്തിലെ ഏകദേശം 185ഓളം തന്നെ വൃത്ത ഭേദങ്ങൾ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അവയെ പിന്നീട് പിൽക്കാലത്ത് മനസ്സിലാക്കുന്നതിനും വിശദീകരിക്കുന്നതിനും ഒക്കെ ആയിട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമുക്ക് സംസ്കൃതത്തിലും മലയാളത്തിലും ഒക്കെ തന്നെ ലഭ്യവുമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ വൃത്തരത്നാകരം, അതുപോലെ തന്നെ വൃത്തമഞ്ജരി തുടങ്ങിയ ചില കൃതികളൊക്കെ അതിൽ ചിലതാണ്. സംസ്കൃതത്തിലും മലയാളത്തിലുമായിട്ട് കാണപ്പെടുന്ന വൃത്തങ്ങളെക്കുറിച്ചും അവയുടെ പ്രയോഗരീതി, അതുപോലെ തന്നെ അവയുടെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ ഒരു വിചിന്തനമാണ് പ്രോസഡി ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ എന്ന ഈ 5 ദിന ദേശീയ സെമിനാർ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. വളരെ ഗൗരവമുള്ള ഈ വിഷയത്തെക്കുറിച്ച് അക്കാദമിക് മേഖലകളിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നത്. ഗൗരവമായ ചർച്ചകളും ഈ വെബിനാറിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അക്കാഡമിക് രംഗത്തുള്ളവർക്ക്, അതുപോലെ തന്നെ ഗവേഷകർക്ക്, വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ എല്ലാവർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും ആദരണീയനും പ്രിയപ്പെട്ടവനുമായ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് സാറാണ്. സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായ അഡാട്ട് സാർ നല്ല ദിശാബോധമുള്ള ഒരു അക്കാഡമിഷ്യനും ഭരണകർത്താവും അതിലേറെ സംസ്കൃത പണ്ഡിതനുമാണ് എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. അക്കാഡമിക പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ സർവാത്മന സ്വാഗതം ചെയ്ത് പിന്തുണ നൽകുന്നതിലും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അഡാട്ട് സാറ് എന്നും ഏറെ താല്പര്യം കാണിക്കാറുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. കഴിഞ്ഞ വർഷങ്ങളിൽ സാഹിത്യ വിഭാഗത്തിൽ നടത്തിയ കാവ്യപ്രകാശത്തെ അധികരിച്ചുണ്ടായിട്ടുള്ളതായ ദേശീയ വർക്ക്ഷോപ്പിലും അതിനു മുമ്പ് നടന്ന ദേശീയ സെമിനാറിലും ഒക്കെ തന്നെ അഡാട്ട് സാറിൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹകരണം എല്ലാം തന്നെ ഞങ്ങൾ വളരെ വിനയത്തോടെ ഓർക്കുകയാണ്. ഈ ദേശീയ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ അഡാട്ട് സാർ കാണിച്ച സന്മനസ്സിന് കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രത്തിൻ്റെയും സാഹിത്യ വിഭാഗത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതുമായ നന്ദി ഏറെ സന്തോഷത്തോടെ അഡാട്ട് സാറിനെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ സാഹിത്യ വിഭാഗം അധ്യക്ഷയായ ഡോക്ടർ അംബിക ടീച്ചറാണ് ഈ വെബിനാറിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷയായിട്ടുള്ളത്. സംസ്കൃത പണ്ഡിതയായ ടീച്ചറിൻ്റെ സ്വതസിദ്ധമായ വിനയത്തോടെ വൃത്തത്തെക്കുറിച്ചും വൃത്തശാസ്ത്രത്തെക്കുറിച്ചുമെല്ലാം അല്പസമയം കൊണ്ട് നമ്മളോട് സംസാരിച്ചു. വിജ്ഞാനപ്രദമായ അധ്യക്ഷ ഭാഷണത്തിലൂടെ ഈ പരിപാടിയെ ടീച്ചർ ധന്യമാക്കിയിട്ടുണ്ട്. ഈ വെബിനാറിൽ പങ്കെടുക്കാനും അധ്യക്ഷ ഭാഷണം നടത്താനും ടീച്ചർ കാണിച്ച സന്മനസ്സിന് കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രത്തിൻ്റെയും സാഹിത്യ വിഭാഗത്തിൻ്റെയും എൻ്റെ പേരിലും ഉള്ള നന്ദി ടീച്ചറെ വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. ഈ വെബിനാറിന് സ്വാഗതം പറഞ്ഞത് നമ്മുടെ തന്നെ ക്യാമ്പസ് ഡയറക്ടറും ഈ വെബിനാറിൻ്റെ കോർഡിനേറ്ററുമായ ഡോക്ടർ പുഷ്പദാസൻ സാറാണ്. ക്യാമ്പസിൻ്റെ അക്കാഡമിക പ്രവർത്തനങ്ങളിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുന്ന പുഷ്പദാസൻ മാഷിന് ഉള്ള നന്ദിയും എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ വെബിനാറിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പ്രാദേശിക കേന്ദ്രത്തിൻ്റെയും സാഹിത്യ വിഭാഗത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കട്ടെ. കൂടാതെ ഈ വെബിനാറിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഇത്രയും മനോഹരമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
of my paper is Metrical Variations as Narratological Devices, a look into the chapter division in Raghuvamsha. The Raghuvamsha of Kalidasa consists of 19 cantos and deals with the history and lineage of the kings of the Chola dynasty. Professor A.K. Wader conjectures that the poem belonged to a type of epic described by Bhoja as Samhita, meaning collection, in which a series of heroes figure instead of a single hero. It was probably modeled after the lost epic Ashmaga Vamsaka. It is inevitable that such a multi-heroed composition should suffer from a certain lack of unity. The only binding factor of such composition is the fact that all of them belong to the same dynasty. Naturally, the poem also does not fulfill the requirements of a Mahakavya given by theorists like Bhamaha and Dandin, that it should have a single hero and unity of action. But this type of a serial dynastic epic seems to have established itself as a definite subgenre in literature. And this may be the reason why Bhoja has accorded a separate status for it. It will be interesting to inquire the work from an essentially narratological angle. The present paper attempts to do so and find out answers to some of these following questions. What are the principles of chapter division followed by Kalidasa in the work? What are the principles of the selection of meters? And what are the principles in the summing up verses at the end of each canto? These questions are related to the selection of meter. In Acharya Dandin's Kavyadarsha, there is a statement that the sargas, the cantos of Mahakavyas should be Sarvatra Bhinna Vrittandehi, which means that at the end of every sarga, there should be a change in the meter. And we will be examining what are the main meters used in each chapter and what are the meters used by Kalidasa at the end of the chapter, of the sarga. The poem employs a variety of meters and their main distribution is as follows. Canto 1, the theme is Dilipa's entrance into the hermitage of Vasishtha. The main meter is Anushtup, and at the end you have got Praharshini. In the second canto, the theme is Nandini's Grand of Boon. The meter is Upajati. At the end we have got Malini. In the third chapter, Kalidasa deals with the coronation of Raghu, and the meter used is Vamshastha. At the end of the sarga we have got Harini. In the fourth chapter, Kalidasa deals with Raghu's Digvijaya. The meter employed is Anushtup, and at the end you have got Praharshini. The fifth chapter is Aja's departure for the Swayamvara of Indumati. There are two meters employed, Upajadi and Vasantatilaka. And at the end of the sarga we have got two meters again, Malini and Dhrita Vilambita. The sixth chapter deals with Indumati's marriage, Swayamvara, and the meter employed is Upajadi. At the end of the sarga we have got Malini and Pushpidagra. The seventh chapter deals with the marriage ceremony of Aja and Indumati, and the meter employed is Vamshastha. And there are two verses at the end, both of them in Malini. In the eighth chapter, there is the theme is Aja Vilaba, or the lament of Aja at the sad death of his wife, and the meter employed is Viyogini. And at the end we have got four meters, Todaga, Praharshini, Vasantatilaga and Mandakranta. Unusual. In the ninth sarga, Kalidasa deals with Dasharatha's hunting, and the chapter
has got Dhruta Vilambita and Vasanta Tilaka, and there is no change at the end. In the 10th chapter, Kalidasa speaks about the avatara or incarnation of Rama, and the meter is Anushtup, and at the end we have got Malini. Then the 11th chapter, Kalidasa deals with the victory of Rama over Bhargava Rama, Parashurama, and the meter employed is Rathotada. At the end we have got two meters, Vasanta Tilakam and Malini. In the 12th chapter, Kalidasa deals with the Ravana Vatha, or the killing of Ravana by Rama, and the meter is Anushtup. And at the end, we have got three meters, Malini, Vasanta Tilaka, and Harini. In the 13th chapter, the poet describes Rama's return to Ayodhya along with Sita and Lakshmana, and the meters employed are Upajadi and Vasanta Tilaka. At the end, we have got Praharshini. 4th chapter, the theme is banishment of Sita, and the main meter is Upajadi. At the end, we have got Mandakranta. We come to the 15th chapter, Rama's ascent to Swargarohana, or ascent to the heaven. The meter employed is Anushtup. At the end, we have got Mandakranta. We come to the 16th chapter, marriage of Kusha with Kumudwadi, and the meter is Upajadi. At the end, we have got Vasanta Tilaka and Mandakranta. The 17th chapter is a description of Atithi, and the meter is Anushtup. At the end, we have got Mandakranta. The 18th chapter, we have got the succession of lineage. A number of kings are mentioned. The meter is Anushtup, and at the end, we have got Malini. The 19th, we have got the amorous exploits of Agnivarna, and the meter employed is Rathotada. At the end, that is at the end of Raghuvamsha, we have got Mandakranta. This is the metrical structure of Raghuvamsha. It is seen that Kalidasa usually employs a single meter throughout one canto, departing from it mostly at the end. That is the usual method. You have got 1 meter, at the end you have got a change. Examples are cantos 1, 2, 3, 4, 9, 10, 13, 14, 15, 17, 18 and 19. The metrical variations are here, the markers of the end of the regular narration here. At the end of every sarga, you have got a change. In canto 7, the same pattern is repeated, but there are two verses in Malini at the end. In cantos 5, 6, 11 and 16, there are two verses in two different meters at the end. In canto 12, there are three verses in three different meters at the end of it. But the most spectacular canto ending is seen in the 8th canto, describing Aja's lament, Ajavilapa, where there are four verses in four different meters. These end markers change the tone of the narration and somehow sum up the subject matter at the end of each canto. Coming to individual cantos, we can see that Kalidasa uses the Anushtup meter of the epic tradition, which is used in Ramayana and Mahabharata throughout. In the first chapter, rather befittingly evoking the epic atmosphere of the great solar dynasty originating from Vaivaswata Manu, elaborating the times of Dilipa, the very embodiment of Dharma. And this meter, which remains one of the many forest scenes of the Ramayana and Mahabharata, appears to be very suitable in the context of his retreat to the hermitage of Vasishtha also. According to Kshemendra, Anushtup is most suitable in all compositions which reflect the Puranas, showing the path of virtue and which aim at imparting advice. In Suvrata Tilaka, Kshemendra says so. Kshemendra maintains that the meter is appropriate at the beginning of a work, the summarization of events, and the advice for peace. The long Praharshini meter employed in the last verse indicates
the transition of the canto, and is more narrative in content than descriptive. It condenses the activities of King Dilipa and Queen Sudakshina, like occupying a hut, sleeping on the bed made of kushagrass, and passing the night, the close of which was marked by the young sages chanting the Vedas. It is significant that Anushtupa recurs again in Canto 10, which is devoted to the celebrated epic theme of Rama's incarnation, and again in Cantos 12 and 15, describing Rama's epic encounter with Ravana and his ascendance to heaven. These are two important epic themes. The only other place in Raghuvamsha where Kalidasa uses Anushtup is in Canto 17. In the description of the King Atithi, the son of Pusha, who seems to be the greatest last king of the lineage. And Anushtup is also employed in Canto 18, which deals with the enumeration of the successive kings in the end of the lineage. Kalidasa uses the meter Vyogini in the 8th canto of the work, which deals with the pathetic state of Aja and the tragic death of his wife and his lamentations. It is significant that the poet uses the same meter in the 4th canto of Kumarasambhava also, which features the lamentation of Redi Vilaba, the wife of Kama, when Kamadeva is turned into ashes by the wrath of Shiva. Another popular meter used by the poet is Upajadi, the mixture of Indravajra and Upendra Vajra, which is seen in cantos 2, 5, 5 partially, 6, 13 partially, 14th and 15th. Kshamendra mentions that this meter is appropriate for the description of the beauty of the heroine, who is the Alamban of Sringara, and also for ancillaries of that sentiment, like the spring season. Accordingly, the meter is employed for the return of Rama and Sita and the marriage of Kusha and Kumuddudi. But Kalidasa uses the same meter to describe Nandini's grant of boon as well as Sita's banishment, and no conclusion can be reached from this. So is the case with the Rathodhada, which appears in cantos 11 and 19. Probably Kalidasa felt that among other uses, it is also appropriate for erotic description, as he uses it in the 19th canto to describe Agnivarna's exploits. Kalidasa uses the same Radhodada meter in the 8th canto of Kumarasambhava to describe the amorous sports of Shiva and Parvati. An interesting canto which deserves a close scrutiny is the 9th one, describing the hunting expedition of Dasharatha and its tragic turn. Here the poet employs the meter Dhrudavilambita, which synchronizes with the rather unusual employment of Yamaka also from the side of a poet like Kalidasa. Kalidasa never uses Yamaga, but here we find that Yamaga is used in the canto described in the hunting of Dasharatha. The whole atmosphere is very sportive. But from verse 55, the narration is carried forth with the majestic and more serious Vasanta Tilaga, which remains unchanged for the rest of the canto. This part deals with the unfortunate episode of the death of the young sage at the hand of Dasharatha and the curse he receives from the aged parent. From a detailed narratological study of Raghuvamsha, we can sum up the following points. Kalidasa, number 1, Kalidasa follows as far as possible the conventions and codes of literary genre of Mahakavya in his design. Number 2, he does not compromise with his own aesthetic and poetic preference in the narration. Number 3, Kalidasa is fond of descriptions related to love, marriage, and birth of a son, battle, and hunting, and does not shun away from dealing with the darker side of the life, like death, bereavement, misfortunes, and the like. Kalidasa makes a distinction between significant and insignificant kings, and while elaborating the life of the former, just makes a passing reference to the latter. The most important thing,
5. Kalidasa selects meter on the basis of the appropriateness to the context. He exploits the emotive possibilities of meters like Vyogini and Mandakranta to the hilt. He creates an epic atmosphere with the deft employment of the figures of the meters like Anushtup. The more ornamental meter he reserves for the creation of stateliness. 6. All the canto endings are impressive because of the metrical variations and the comprehensive summing up of events, which sound like the concluding statement of an episode elaborated in a particular canto. So, the usage of meter in Raghuamsha is very interesting if you study it closely. And the study of the meters employed by Kalidasa in other works like the Kumara Sambhava and in his plays also will be very interesting, because Kalidasa is very selective about the meter he employs. One is reminded of the statement of Mahima Bhatta that Vritta also is a Shabdalankara. Vrittasya abhi Shabdalankaratvam abhyugadam asmabhihi. This we find in Kalidasa to a very great degree. Thank you very much.